ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ സന്ധ്യയിൽ ദൈവ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഏവരെയും കർത്തൃനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. പ്രവാചകന്മാരുടെ പഠനമാണല്ലോ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചക പുസ്തകങ്ങളിൽ കൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് നാം നടത്തുന്നത്. 16 പ്രവാചകന്മാരുടെ 17 പുസ്തകങ്ങളിൽ ഒരു എത്തിനോട്ടം നടത്തുവാനും അതിനെക്കുറിച്ചുള്ളതായ ഒരു അവലോകനം നടത്തുവാൻ, ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കുവാനും തുടർന്ന് അത് പഠന വിധേയമാക്കുവാനുമായിട്ടാണ് നാം ആഗ്രഹിച്ചാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചക പുസ്തകങ്ങളെ പരിചയപ്പെടുക, അതിലെ സത്യങ്ങളെ മനസ്സിലാക്കുക, തുടർന്ന് അതിനനുസൃതമായിട്ട് ആ വചനങ്ങളെയൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പ്രവാചകനെ കുറിച്ചും പ്രവാചകന്റെ ബാക്ക്ഗ്രൗണ്ടുകളും പ്രവാചക പുസ്തകത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. ഇനി ആ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമുക്ക് കഴിയും. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് ആണ് പരിശോധിച്ചത്. അതിൽ യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും യിരെമ്യാ പ്രവാചകന്റെ ആ കാലഘട്ടത്തെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. യിരെമ്യാവ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ അല്ലെങ്കിൽ യഹോവയാൽ നിയമിക്കപ്പെട്ടവൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ബെന്യാമീൻ ദേശത്തുള്ളതായ അനാഥോത്ത് എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമത്തില് ഒരു പുരോഹിത കുടുംബത്തിൽ ഹിൽക്കിയ പുരോഹിതന്റെ മകനായിട്ടാണ് ജനിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. യെശയ്യാവിനെ മനശ്ശെ രാജാവ് കൊന്നതിന് ശേഷം യെശയ്യാവിന് പിൻഗാമിയായിട്ടാണ് ദൈവം യിരെമ്യാ പ്രവാചകനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. യിരെമ്യാവിന്റെ ജനനത്തിങ്കിൽ മുമ്പിൽ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ തന്നെ യിരെമ്യാവിനെ ദൈവം അറിഞ്ഞിരുന്നുവെന്നും അവനെ ശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും വിളിക്കുകയും ചെയ്തു എന്നുള്ളതും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. മാത്രവുമല്ല, യിരെമ്യാ പ്രവാചകന്റെ ഒരു പ്രത്യേകത, കരയുന്ന പ്രവാചകൻ, വീപ്പിംഗ് പ്രോഫറ്റ് എന്നുള്ളതായ ഒരു പ്രത്യേകമായിട്ടുള്ള പേരിന് അർഹനായിട്ടുള്ളതായ ഒരു വ്യക്തി, തന്റെ ജനത്തെ ഓർത്തും അവരുടെ അവസ്ഥയെ ഓർത്തും കരയുന്നതായിട്ടുള്ളതായ ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. നുറുങ്ങിയ ഹൃദയമുള്ളതായ ഒരു പ്രവാചകൻ, പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ, വിലപിക്കുന്ന ഒരു പ്രവാചകൻ ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ സമകാലികരായിട്ട് പ്രവർത്തിച്ചിരുന്നത് സെഫന്യാവും ഹബക്കൂക്കും ദാനിയേലും എഹെസ്കേലും നഹൂമും ഒബദ്യാവും ഹുൽദ പ്രവാചകയും ആയിരുന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യിരെമ്യാ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. യോശിയ, യഹോവഹാസ്, യഹോയാക്കീം, സിദെക്കിയ, ഇങ്ങനെ 5 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ്. യെശയ്യാ പ്രവാചകൻ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. യിരെമ്യാ പ്രവാചകൻ 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. യഹൂദായോടുള്ള ബന്ധത്തിലായിരുന്നു യിരെമ്യാ പ്രവാചകന്റെയും പ്രവർത്തനങ്ങളും പ്രവചന ശുശ്രൂഷയും എന്നുള്ളത് കണ്ടു. ഇസ്രായേലിന്റെ പ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ അവസാന കാലഘട്ടത്തിലും പ്രവാസത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ബാബേലിലായിരിക്കുന്നതായിട്ടുള്ളതായ ജനത്തോടുമുള്ളതായ ബന്ധത്തിലാണ് യിരെമ്യാ പ്രവാചകന്റെ പ്രവാചക ശുശ്രൂഷ പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുകയും ഒരു വലിയ ദൗത്യമാണ് ദൈവം യിരെമ്യാവിന് കൊടുത്തിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന് കൊടുത്തിരുന്നതായിട്ടുള്ള ദൗത്യം നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക, പണിയുക, നടുക, അങ്ങനെ ഒരു മഹത്തായ ദൗത്യമാണ് യിരെമ്യാവിന് കൊടുത്തിരുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയത് മുഴുവനും യഹൂദായോടുള്ള ബന്ധത്തിൽ അവരുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നതും അവർക്ക് വരുവാൻ പോകുന്നതായിട്ടുള്ളതായ കഠിനമായിട്ടുള്ളതായ ശിക്ഷയെക്കുറിച്ചും അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവർ പ്രവചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയുള്ളതായ പ്രവചനങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നതായിട്ടുള്ള അനാഥോത്തുകാർ യിരെമ്യാവിനെതിരെ വലിയ കൂട്ടുകെട്ട്, ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിനെതിരായിട്ട് പീഡന മുറകൾ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. മാത്രവുമല്ല, ആലയത്തിൽ
പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുള്ളതായ പശൂർ പുരോഹിതൻ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തെ അടിക്കുവാനായിട്ടും ആമത്തിൽ ഇടുവാനായിട്ടും ഇടയായി തീർന്നു. അതിനുശേഷം യിരെമ്യാവിന് തടവിലാകേണ്ടതായിട്ട് വരുന്നു, കുണ്ട്രയിലാക്കപ്പെടുന്നു. പിന്നീട് നമ്മൾ അവസാനമായിട്ട് കണ്ടത് അദ്ദേഹത്തെ സിദെക്കീയ രാജാവിന്റെ കാവൽപുരമുറ്റത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാവൽപുരമുറ്റത്ത് അദ്ദേഹത്തെ ആക്കുന്നു. തുടർന്ന് വലിയ കുഴിയിലെ ചെളിയിലേക്ക് അദ്ദേഹത്തെ ആഴ്ത്തി ഇറക്കുന്നു. ചെളിയിലേക്ക് അദ്ദേഹം താണുപോകുന്നു. അപ്പോൾ ക്രൂരമായിട്ടുള്ളതായ കിരാതമായതായ ശിക്ഷാ നടപടികൾക്ക് അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് യിരെമ്യാ പ്രവാചകന് വിധേയനാകേണ്ടതായിട്ട് വന്നു. ക്രൂരമായിട്ടുള്ളതായ പീഡനമുറകൾ, ഈ പീഡനമുറകളും ഈ ശിക്ഷാ കഷ്ടതകളും ഈ പ്രതികൂലങ്ങളും ഒക്കെ തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് കലർപ്പ് ചേർക്കാതെ ജനത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കലർപ്പ് ചേർക്കാതെ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് വിളിച്ചു പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടായിക മുഖാന്തരം യിരെമ്യാവിനെ പീഡിപ്പിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് യിരെമ്യാവിനെ കുഴിയിലെ ചെളിയിലേക്ക് താഴ്ത്തുന്നു. ആ ചെളിയിലേക്ക് താഴ്ത്തി കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 38-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് 38-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുര മുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. എത്ര ഭയാനകമായ ഭീകരമായതായ ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ഫേസ് ചെയ്തത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. എന്നാൽ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാവെ കുഴിയിൽ ഇട്ട് കളഞ്ഞു എന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മേലേക്ക് എന്ന ഷണ്ണൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമിൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മേലേക്ക് രാജഗൃഹത്തിൽ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. അങ്ങനെ താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് യിരെമ്യാ പ്രവാചകനെ ഈ ചെളി നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കുഴിയിൽ ഇട്ടത് അഹിതമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരിക്കലും നടപ്പിലാകുവാനായിട്ട് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് പറയുകയും രാജാവ് ഈ ഏബദ് മേലക് എന്ന് പറയുന്നതായിട്ടുള്ള ഷണ്ണനോട് യിരെമ്യാവിനെ കുഴിയിൽ നിന്ന് നീ കയറ്റിക്കൊള്ളുവാനായിട്ട് പറയുകയും, അങ്ങനെ ഏബദ് മേലക് എന്ന് പറയുന്നതായിട്ടുള്ള കൂശ്യനായ ഏബദ് മേലക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഇസ്രായേലിയൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം ഒരു വിദേശിയാണ്, ഒരു ഫോറിനറാണ്. അപ്പൊ ഒരു വിദേശിയുടെ ഇടപെടൽ മുഖാന്തരം യിരെമ്യാവിനെ ജീവൻ തിരികെ കിട്ടുന്നു, അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചു കയറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതായത് അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം, സ്വന്തക്കാരായവരെല്ലാവരും യിരെമ്യാവിനെതിരായിരുന്നു. അവരെ ഗൂഢാലോചന നടത്തി യിരെമ്യാവിനെ കൊന്നുകളയുവാൻ വേണ്ടിയിട്ട് ആലോചിച്ചു. തന്റെ സഹപ്രവർത്തകരെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ളതായ പുരോഹിതന്മാര് അദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞു. അവരദ്ദേഹത്തെ പീഡിപ്പിച്ചു. അവരുടെ പ്രഷർ മുഖാന്തരം ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ചെളി നിറഞ്ഞ കുഴിയിലേക്ക് ഇടേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ സ്വന്തക്കാരായവരിൽ നിന്നും സ്വന്തമെന്ന് തോന്നിച്ചവരിൽ നിന്നും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് മുഴുവനും പീഡനമാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രതികൂലത്തിൽ താൻ ആയിരിക്കുന്നതായിട്ടുള്ള വേളയിൽ തനിക്ക് വിടുതൽ നൽകുന്നത് ഒരു വിദേശിയുടെ ഇടപെടൽ മുഖാന്തരമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അങ്ങനെ യിരെമ്യാവിനെ ഈ ഏബദ് മെലേക്ക് എന്ന് പറയുന്നതായിട്ടുള്ള ഷണ്ണൻ രക്ഷിച്ചത് കൊണ്ട് ദൈവം ഈ ഏബദ് മെലേക്കിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 39-ാമത്തെ അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. യിരെമ്യാവിനെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർ അദാനോട് നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനൊരു ദോഷവും ചെയ്യാതെ എന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മൾ കാണുന്നത് 13-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം, ഞാൻ 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. 39-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവൻ ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന കൂശ്യനായ ഏബദ് മേലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളിലെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഞാൻ എന്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും. അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനെ ചെളി നിറഞ്ഞ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തിയതായ ഏബെദ് മെലേക്ക് എന്ന് പറയുന്നതായ ഈ ഫോറിനറോട്, ഈ വിദേശിയോട് ദൈവം കരുണ കാണിക്കുകയാണ്. കാരണം ബാബേൽ രാജാവായിട്ടുള്ള നെബൂഖദ്നേസർ ഇതിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട്, യെരൂശലേമിനെയും യഹൂദായെയും അറ്റാക്ക് ചെയ്യുവാനായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള മാത്രയിൽ അനേക ആളുകൾ പട്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകർ പ്രവാസത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ദൈവപുരുഷനെ സഹായിച്ചതായിട്ടുള്ള ഏബെദ് മെലേക്ക് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന യഹോവയായ ദൈവം അവന് വലിയ പ്രതികൂലത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നതിനെ കുറിച്ചും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവിക നിർദ്ദേശപ്രകാരം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ യിരെമ്യാവിന് അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള കഷ്ടപ്പാടാണ് നാം പല അധ്യായങ്ങളിൽ കൂടെ കണ്ടത്. സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കാരിൽ നിന്നും, ദേശക്കാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ഒക്കെ അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള ഭവിഷ്യത്തുകളാണ് അദ്ദേഹം അനുഭവിച്ചതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയതായ ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. എന്നിട്ടും നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ഇത്രയും വലിയ പീഡനങ്ങൾ, കഷ്ടതകൾ? ഇതിനോട് താതാത്മ്യം ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് പുതിയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരദേശത്തേക്ക്, ഗദരദേശത്തേക്ക് പറഞ്ഞയക്കുന്നു. ഗദരദേശത്തേക്ക് പറഞ്ഞയക്കുവാൻ പോയതിനു ശേഷം കർത്താവ് എന്തെടുക്കുകയാണ്? കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പ്രവേശിക്കുന്നു, മലമുകളിലേക്ക് പോകുന്നു. എന്നാൽ ആ രാത്രിയിൽ ഈ ശിഷ്യന്മാർ അനുഭവിച്ചതായിട്ടുള്ളതായ പ്രതിസന്ധി, കടലിൽ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു, പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു, ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് വലയുന്നു. അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടത അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. നമ്മൾ ആ വാക്യത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കർത്താവ് യേശു തമ്പുരാൻ അവരെ നിർബന്ധിച്ച് യാത്രയാക്കുകയാണ്. അപ്പോൾ ദൈവമാണ്, കർത്താവ് യേശു തമ്പുരാനാണ് തന്റെ ശിഷ്യന്മാരെ തനിക്ക് മുൻപായിട്ട് അക്കരദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്, ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അങ്ങനെ പറഞ്ഞയക്കുന്ന ആ ശിഷ്യന്മാർക്കാണ് പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ രാത്രിയിൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചതായ ഒരു രാത്രിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നു, കർത്താവ് വിളിച്ചിട്ട് നമ്മൾ ഈ വിശ്വാസത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് വിളിച്ചിട്ട് ഈ വേല ചെയ്യുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേല ചെയ്യുവാനായിട്ട് ദൈവം അയക്കുന്നു. ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ജീവൻ മരണ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഒരു ചിന്ത ഉള്ളിൽ ഉയരാം, കർത്താവ് വിളിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്, കർത്താവ് അയച്ചിട്ടാണല്ലോ വന്നത്, എന്നിട്ടും എന്തേ ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങൾ എന്നുള്ളതായ ചിന്ത വരും. 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 1-ാമത്തെ അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ലതാണ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയായിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയ പോരാട്ടങ്ങൾ ഈ മനുഷ്യന് നേരെ ഉണ്ടായി. യിരെമ്യാവ് എന്ന് പറയുന്ന ഈ പ്രവാചകന് നേരെ നമ്മൾ ഈ ഓരോ വാക്കുകളിലൊക്കെ അങ്ങ് പറഞ്ഞു വിടും. അവനെ കാവൽപ്പുര മുറ്റത്താക്കി, അല്ലെ കുണ്ട്രയിൽ കൊണ്ടിട്ടു, അല്ലെങ്കിൽ തടവറയിലാക്കി, ചെളിക്കുഴിയിൽ താണുപോയി എന്നൊക്കെ പറഞ്ഞ് വളരെ നിസ്സാരമായിട്ടും നിസ്സംഗതയോടും കൂടെ നമ്മൾ അങ്ങ് പറഞ്ഞു വിടും. ഒരിക്കലും അതിന്റെ
തീഷ്ണത എന്തുമാത്രമായിരുന്നു, അതിന്റെ ഇന്റൻസിറ്റി എന്തുമാത്രം കൂടുതലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അന്ധകാരാവൃതമായിരിക്കുന്ന ഒരു കുഴിയിലേക്ക്, അതും ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു കുഴിയിലേക്ക്, ചതുപ്പിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ. എന്തോ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്കൊരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും നമ്മള് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും സകല നേർച്ചകളും നേരുകയും ചെയ്യുന്നവരാണെന്ന് ഓർത്തുകൊണ്ട് ഈ ഇരമ്യാവിന്റെ ധൈര്യം ഞാൻ ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇരമ്യാവ് ശരിക്കും പറഞ്ഞാൽ ഒരു മൃദുല ചിത്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു ഭീരുവായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചു, ദൈവം ഒരു ഉറപ്പ് അങ്ങോട്ട് കൊടുത്തു, അല്ലേ? ആ ഉറപ്പ് എന്തുവാ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഞാൻ വായിച്ചതിനകത്തെ ആ ഒരു വാക്യത്തിനകത്ത് ചില കാര്യങ്ങൾ ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 18-ാമത്തെ വാക്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ. അപ്പോൾ അധിപതിയാക്കി വെക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാക്യം നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് അധിപതിയാക്കി വെക്കുന്നു? അധിപതിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓവർ ചെയ്യുവാനായിട്ടുള്ളതല്ല, മറിച്ച് ഇവന് നേരെ അറ്റാക്ക്, പ്രവാചകന് നേരെ അറ്റാക്ക് ഉണ്ടാകുവാനായിട്ടുള്ളതായ മേഖലകൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സകല ദേശത്തിനും നേരെ, അതായത് യഹൂദ ദേശത്തിന് നേരെ. കാരണം ആദ്യമേ നമ്മൾ കണ്ടല്ലോ, ഗൂഢാലോചന എവിടുന്നാ വന്നത്? സ്വന്തം ദേശത്തു നിന്നാ വന്നത്, അല്ലെ? ബെന്യാമീൻ ദേശത്തെ അനാഥോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കൂട്ടുകെട്ട് വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ സർവ്വദേശത്തിനും പിന്നെ യഹൂദ രാജാക്കന്മാർക്കും. 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രവചിച്ചതെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ യഹൂദ രാജാക്കന്മാർക്കും ആ കാലഘട്ടത്തിലുള്ളതായ രാജാക്കന്മാർക്കെതിരായിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ. നമ്മൾ കണ്ടു, പശൂർ പുരോഹിതനെ ഒക്കെ കണ്ടു. പ്രഭുക്കന്മാർ അവനെതിരായിട്ടുണ്ടായിരുന്നു, ദേശത്തിലെ ജനം. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നും വലിയ പ്രതികൂലം അവൻ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞ എന്താണ്? ഇവർക്ക് എല്ലാവർക്കും എതിരെ നിന്നെ എന്താക്കി വെക്കുമെന്ന് പറഞ്ഞത്? ഇരുമ്പ് തൂണ്, അല്ല, ഉറപ്പുള്ളൊരു പട്ടണം, ഇരുമ്പ് തൂണ്, താമ്ര മതില്. ഇങ്ങനെയാണ് അവിടെ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഫോർട്ടിഫൈഡ് സിറ്റി, അയൺ പില്ലർ, ബ്രോൺസ് വാൾ. ഇത് 3 നമ്മൾ നോക്കിക്കേ. ഉറപ്പുള്ള പട്ടണം, ഉറപ്പുള്ള ദേശം, ഉറപ്പുള്ള പട്ടണത്തെ ഒരു ശത്രുവിനും ആക്രമിക്കുവാനായിട്ട് കഴിയത്തില്ല. എങ്ങനെയൊക്കെ ആക്രമിക്കുവാനായിട്ട് ശ്രമിച്ചാലും, എത്ര പതിയിരിപ്പ് നടത്തിയാലും, എത്ര ഗൂഢാലോചന നടത്തിയാലും, ജാഗ്രതയോടുകൂടെ ഉള്ളതായ ഉറപ്പുള്ള ഒരു പട്ടണത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, പെട്ടെന്ന് കമ്പിവാക്യത്തിൽ പറഞ്ഞങ്ങ് പോവുക. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തെ ഇരുമ്പ് തൂണാക്കി വെക്കുമെന്ന് പറയും. അതായത് അയൺ ആൻഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ തൂണ്. നമുക്കറിയാം, എന്തെല്ലാം ഇട്ട് അടിച്ചു പൊട്ടിക്കാൻ നോക്കിയാലും അതിനൊരു കുലുക്കവും സംഭവിക്കത്തില്ല. അടിക്കുന്നവന്റെ കൈയും കാലും പോകുമെന്നുള്ളതല്ലാതെ നല്ല ഒരു അയൺ ആൻഡ് സ്റ്റീൽ പില്ലർ, ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പില്ലർ, അതിനെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും നടക്കില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? താമ്ര മതില, ബ്രോൺസ് കൊണ്ടുള്ളതായ മതില. അപ്പം നമ്മുടെ കല്ലുകൊണ്ടുണ്ടാക്കിയത് ഒക്കെയാണെന്നുണ്ടെങ്കിൽ കൂടം ഇട്ട് അടിച്ചു കഴിഞ്ഞാലോ പാരയിട്ട് കുത്തിയാലോ ഇളക്കിയോ ഒക്കെ പോരും എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ ഇതെന്താ പറയുന്നത്? താമ്ര മതില, ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന. ബ്രോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടാബർനാക്കിനോടുള്ള ബന്ധത്തിൽ പഠിച്ചിട്ടുണ്ട്. എത്രയും അതിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി തന്നെ വളരെ കൂടുതലാണെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ ബ്രോൺസ് മതിലിനെ തകർക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള സംഗതിയല്ല. അപ്പോ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞെന്താ? നീ ഉറപ്പുള്ളൊരു പട്ടണം, നീ ഒരു ഉരുക്ക് തൂണായിട്ട്, ഒരു അയൺ പില്ലറായിട്ട്, നീ താമ്ര മതിലായിട്ട്. ആർക്കെതിരായിട്ട്? ദേശത്തിനെതിരായിട്ട്, പിന്നെ രാജാക്കന്മാര്, പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, ഇസ്രായേൽ, യഹൂദയിലെ സർവ്വദേശം, ഇവരെല്ലാവരും നിനക്കെതിരെ കടന്നു വന്നാലും നീ എന്തായിട്ട് നിൽക്കും? നിന്നെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ ശക്തികൾക്കൊന്നും നിന്നെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ നിന്നോട് യുദ്ധം ചെയ്യും. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക 19-ാമത്തെ വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കത്തില്ല. കാരണം എന്താ? നീ ഉറപ്പുള്ള പട്ടണമാണ്, ഇരുമ്പ് തൂണാണ്, താമ്രമതിലാണ്, ജയിക്കത്തില്ല.
പിന്നെ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടിപൊളി. ഈ ഭീരുവായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ പശൂർ പുരോഹിതൻ അടിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. യഹൂദ സംസ്കാരം അനുസരിച്ച് നമുക്കറിയാം, അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിയല്ല, ഒന്ന് കുറേ 40 അടി, അതായത് 39 അടി വെച്ച് 5 പ്രാവശ്യം. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പം ഒന്ന് കുറേ 40 അടി, അത് 5 പ്രാവശ്യം. ഒന്ന് കുറേ 40 അടി, അത് 5 അല്ല, ഒരു പ്രാവശ്യം ഇവിടെ എന്ന് നമ്മൾ വിചാരിക്കുക. അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടിയുടെ കണക്ക് ഒരടി എന്നുള്ളതല്ല, ഇതാണ് അവരുടെ ഒരു കോഴ്സ് ഓഫ് അടി എന്ന് വിചാരിച്ചോണം. അത്രയും അടി കൊണ്ടു. നമ്മുടെ ചൂരൽ കഷായം പോലെ അല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ആ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് അടിക്കുന്ന അടിയാണെന്ന് ഓർത്തുകൊള്ളണം. പിന്നെ ആമത്തിൽ കൊണ്ടിട്ടു. ആമത്തിലിടുന്ന കാര്യവും നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്ന. പിന്നെ തടവറയിൽ കൊണ്ടിട്ടു. പിന്നെ ചെയ്തത് എന്താണ്? കാവൽപ്പുറമുറ്റത്ത് കൊണ്ടിട്ടു. പിന്നെ ചെളിയിൽ താത്തു. ഈ പുള്ളിക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും കഷ്ടത മാത്രമേ ഉള്ളൂ. ഒന്ന് കഴിയുമ്പോഴത്തേന് അടുത്തതിലേക്ക് പുള്ളി ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഈ കഷ്ടതകൾക്കൊന്നും ഓരോ രാജാക്കന്മാർ വിധിക്കുന്നു, ഓരോ പുരോഹിതന്മാർ വിധിക്കുന്നു, ഓരോ ദേശക്കാർ വിധിക്കുന്നു. ഈ കഷ്ടതകൾക്കൊന്നും തന്നെ തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ കഷ്ടതകൾക്കൊന്നും ഈ യിരെമ്യാവിനെ ബാധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അതിന്റെ റീസൺ 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, 20:11 അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോണം ആ വാക്യം കേട്ടോ. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനടി പറയേണ്ടത് എന്താണെന്നറിയാമോ? യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പിന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ട്: ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. എന്നതാ പറഞ്ഞിരിക്കുന്നത്? യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോൾ, നമ്മുടെ പ്രഭാതങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടൊന്ന് തുടങ്ങിയാൽ പിന്നെ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ ഒരു വാക്യം നമുക്ക് ഇരട്ടി ശക്തി പകരുന്നതാണ്, ഇരട്ടി ഊർജം തരുന്നതാണ് നമുക്ക്. പിന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. കാരണം യിരെമ്യാവ് ഉരുക്കുമതിലും താമ്രമതിലും അല്ലെങ്കിൽ ഉരുക്കുതൂണും ഉറപ്പുള്ള പട്ടണത്തിന്റെയും പ്രത്യേകത എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അവന്റെ ആശ്രയം എവിടെയാണ്? യഹോവയായ ദൈവത്തിൽ. ഇന്ന് സന്ധ്യാവേളയിൽ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ദൈവമക്കളെ, നമ്മളൊക്കെ പലതിലും തട്ടി വീഴുന്നവരാണ്, അല്ലെ പലരും നമ്മളെ പരാജയപ്പെടുത്തുന്നവരാണ്. ചില കഷ്ടതകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ മുമ്പിൽ തട്ടി വീഴും, അല്ലെ നമ്മളെ ഈസി ആയിട്ട് പരാജയപ്പെടുത്താനായിട്ട് കഴിയും. ഒരു ചെറിയ തലവേദന വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ പാൽപിറ്റേഷൻ കൂടും, ടെൻഷൻ കൂടും, പ്രഷർ കൂടും, ബ്ലഡ് ഷുഗർ കൂടും. ഭയങ്കര പ്രശ്നമാണെന്ന് ഓർത്തുകൊള്ളാം, അല്ലെ? ഒരു ചെറിയ ഒരു പ്രതികൂലം വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളാകുന്ന ഈ പട്ടണമുണ്ടല്ലോ, ഇത് തകർന്നു വീഴുവാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഒരു ചെറിയ പരിശോധന, ഒരു ചെറിയ പ്രലോഭനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിൽ തട്ടി എടുത്തടിച്ച് താഴെ വീടുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്നതായിട്ടുള്ള പ്രതികൂലങ്ങൾക്ക് നേരെ ശക്തമായിട്ട് നമുക്ക് നിൽക്കുവാനായിട്ട് പലപ്പോഴും കഴിയത്തില്ല. ഒരു ഉരുക്കു തൂണായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. നമ്മൾ വളഞ്ഞൊടിഞ്ഞ് താഴെ ഓമത്തണ്ട് പോലെ അന്നേരമേ താഴെ പോകുമെന്ന് ഓർത്തുകൊള്ളണം. ഒരു പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ, ഒരു കഷ്ടത, ഒരു കൊടുങ്കാറ്റ്, ഈശാനമൂലൻ നമ്മുടെ നേരെ കടന്നു വരും. ഇതൊന്നും വരത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ഇതൊക്കെ വരും. ഇതൊക്കെ വന്ന് ആഞ്ഞങ്ങോട്ട് അടിക്കുമ്പോൾ ആ ഈശാനമൂലന് മുൻപിൽ ശക്തിയോടുകൂടെ നിൽക്കുവാൻ, ഒരു താമ്രമതിലായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? കഴിയാറില്ല. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബലഹീനരായി മാറുന്നവരാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്നാൽ എന്തുകൊണ്ടാണ് യിരെമ്യാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും തകർന്നും തരിപ്പണമായി പോവുകയും ചെയ്യാഞ്ഞതിന്റെ കാരണം, യഹോവയായ ദൈവം അവനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അവർ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടു. 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു: ഒരു മഹാവീരനെ പോലെ, ലൈക്ക് എ ഡ്രഡ് വാരിയർ, ഒരു യുദ്ധവീരനെ പോലെ, ഒരു മഹാവീരനെ പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
ഈ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് വെള്ളമില്ലാത്ത ചെളി നിറഞ്ഞ കുഴിയിൽ നമ്മളെ കൊണ്ടിട്ടാലും അവിടെ നിന്ന് നമ്മൾ പോകും. എന്താ? നിന്നെ രക്ഷിപ്പാൻ മഹാവീരനായിട്ട്. അപ്പൊ നമ്മുടെ കർത്താവ് മഹാവീരനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞോണം, യഹോവ ഒരു മഹാവീരനെ പോലെ, ഒരു യുദ്ധവീരനെ പോലെ, ലൈക്ക് എ ഡ്രെഡ് വാരിയർ ഹി ഈസ് വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ശക്തിയാണ്, ഒരു ഊർജമാണ്. പിന്നെ അന്ന് കടന്നു വരുന്നതായിട്ടുള്ള പ്രതികൂലങ്ങളെ ഒക്കെ ഓവർകം ചെയ്യുവാനായിട്ടുള്ളതായ ദൈവകൃപ നമ്മളവിടെ പ്രാപിക്കപ്പെടുകയാണെന്ന് ഓർത്തുകൊള്ളണം. യിരെമ്യാവ് ഈ പ്രതികൂലങ്ങളെല്ലാം കടന്നു വന്നിട്ടും അദ്ദേഹം തളർന്നു പോകാതെ നിലനിന്നതിന്റെ സീക്രട്ട് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസിൽ അവൻ ഉറച്ചു വിശ്വസിച്ചു. ആ ദൈവം ചെയ്തതായിട്ടുള്ള വാഗ്ദത്തം യിരെമ്യാവിന്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് നിർവഹിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് എല്ലാ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. പ്രവാചകനായതുകൊണ്ട് പ്രതികൂലങ്ങൾ ദൈവം പറഞ്ഞു വിട്ടത് കൊണ്ട് പ്രതികൂലങ്ങൾ ഇല്ലാതെ എന്നല്ല കണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇന്നും 8ന്റെ പണി തന്നെയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യം വരുന്നതെന്ന് ഓർത്തുകൊള്ളാം. പക്ഷെ അങ്ങനെയല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ യേശു ശിഷ്യന്മാരെ അയച്ചു. പക്ഷെ ശിഷ്യന്മാർക്ക് ആ രാത്രിയിൽ വലിയ പ്രതികൂലമുണ്ടായി. പക്ഷെങ്കിൽ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ യിരെമ്യാവിന് കൊടുത്ത പ്രോമിസ് പോലെ ഒരു മഹാവീരനെ പോലെ, ഇല്ലേ, ആ ഗലീല കടലിന്റെ മുകളിൽ കൂടെ നടന്ന് ഒരു മഹാവീരനെ പോലെ യേശു തമ്പുരാൻ അവരുടെ മുൻപിൽ എത്തി നിൽക്കുകയാണെന്ന് ഓർത്തുകൊള്ളാം. അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മഹാവീരനെ പോലെ, ഒരു യുദ്ധവീരനെ പോലെ, കാറ്റ് കടലെ ശാന്തമാകുക എന്ന് പറയുവാൻ കഴിവുള്ള പ്രപഞ്ചത്തിന്റെ ഉടയവൻ അവരുടെ അരികിലേക്ക് ചെന്നു. പക്ഷെ അതിനു മുമ്പ് അവർ കുറെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് മുങ്ങിത്താണോ? ഇല്ല. ദൈവമക്കളെ, കഷ്ടതകൾ വരും, നമുക്ക് എല്ലാവർക്കും കഷ്ടതകൾ ഉണ്ടാകും. പക്ഷെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യുവാനായിട്ടുള്ളതായ ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് നൽകി തരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അവനിൽ ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട്. അവനെ ഉരുക്കുകോട്ടയായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വലിയ വിടുതലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, ഈ യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം 38ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് നെബൂഖദ്നേസർ രാജാവ് ഈ സിദെക്കീയാവിന്റെ കാലഘട്ടത്തിൽ ഈ യെരൂശലേമിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 38ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങൾ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയ പോലെ ഇരിക്കും. അവൻ ജീവനോടെ ഇരിക്കും എന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇവിടെ യിരെമ്യാവിന്റെ പ്രവചനം ആർക്ക് അനുകൂലമായിട്ടുള്ള പ്രവചനമാണ്? കൽദയ രാജാവായ അല്ലെങ്കിൽ ബാബിലോണിയ രാജാവായിട്ടുള്ള നെബൂഖദ്നേസറിന് അനുകൂലമായിട്ടുള്ളതായ ഒരു പ്രവചനവും യഹൂദ ജനത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവചനവുമാണെന്ന് ഓർത്തുകൊള്ളണം. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ പോയി ബാബേലിന്റെ രാജാവിന്റെ കീഴിൽ അല്ലെങ്കിൽ കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുക. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ജീവനോടുകൂടെ ഇരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അവിടെ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ബാബേൽ രാജാവിന് അനുകൂലമായിട്ടുള്ളതായ ഒരു പ്രവചനവും എന്നാൽ ഇവർക്കെതിരായിട്ടുള്ളതായ ഒരു യഹൂദ ജനത്തിനെതിരായിട്ടുള്ളതായ ഒരു പ്രവചനവുമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? 39ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 39ന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്, യിരെമ്യാവിനെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർ അദാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു. യുദ്ധമുണ്ടായി. നെബൂഖദ്നേസറും അവന്റെ പടജനവും വന്ന് യെരൂശലേമിനെ അറ്റാക്ക് ചെയ്തു, ആൾക്കാരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ തന്റെ സേനാ നായകനോട് നെബൂഖദ്നേസർ കൃത്യമായിട്ടുള്ളതായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് ഇതായിരുന്നു: യിരെമ്യാവിന് ദോഷം ചെയ്യുവാനായിട്ട് പാടില്ല. യിരെമ്യാവിന് വേണ്ടുന്നത് നീ ചെയ്തു കൊടുക്കണം. കാരണം എന്താണ്? നേരത്തെ തന്നെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്, ഈ ജനം ബാബേലിലേക്ക് പൊയ്ക്കോണം, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പാർക്കാം. അപ്പം നെബൂഖദ്നേസറിന് അറിയാം യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടായപ്പോൾ ദേശത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അകമ്പടി നായകനോട് പറഞ്ഞു, യിരെമ്യാവിനെതിരായിട്ടൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല. യിരെമ്യാവ് നിന്നോട് എന്ത് ആവശ്യപ്പെടുന്നോ അതിനനുസരിച്ച് ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത്
40-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ, അതായത് നെബൂസർ അദാൻ യിരെമ്യാവിനോട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരണ്ട. ഇത് ആദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് അകമ്പടി നായകൻ വഴിച്ചെലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്ര അയച്ചു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ നെബൂസർ അദാൻ എന്ന് പറയുന്ന നാട്ടിലെ നെബൂഖദ്നേസർ രാജാവിന്റെ അകമ്പടി നായകൻ യിരെമ്യാവിനോട് പറയുക, നിനക്ക് ബാബേലിലേക്ക് പോരുവാനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം പോരുക, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം, നിന്നെ ഞാൻ നോക്കിക്കോളാം. അല്ല, നിനക്ക് ഇഷ്ടമുള്ള ദേശത്തേക്ക് നിനക്ക് പോകാം, യഹൂദായിൽ തന്നെ നിനക്ക് വസിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം നെബൂഖദ്നേസർ സിദെക്കീയാവിനെ പിടിച്ചു, സിദെക്കീയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ബാബേലിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് ദേശം ഭരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ആക്കി വെക്കുന്നത് അഹീക്കാമിന്റെ മകനായിട്ടുള്ള ഗദല്യാവ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അതിന്റെ ഭരണാധികാരിയാക്കി, യഹൂദായുടെ ഭരണാധികാരിയാക്കി വെക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തോട് ചേർന്ന് നിനക്കും യഹൂദായിൽ തന്നെ വസിക്കാം എന്നുള്ളതായ ഒരു പെർമിഷൻ, ഒരു സ്വാതന്ത്ര്യം, മറ്റാർക്കും ലഭിക്കാത്തതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്ക് കിട്ടുകയാണ്? യിരെമ്യ പ്രവാചകന് അവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ യിരെമ്യാവ് ചൂസ് ചെയ്യുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, തന്റെ സ്വന്തം ജനത്തോടൊപ്പം യഹൂദായിൽ തന്നെ വസിക്കുവാനായിട്ടാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. 40-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലുണ്ട്, അങ്ങനെ യിരെമ്യാവ് മിസ്പായിൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രവാസത്തിലേക്ക് പോകാതെ യഹൂദായിൽ തന്നെ അവശേഷിച്ചിരുന്നതായ പാവം പിടിച്ചവരായിട്ടുള്ള കുറച്ച് യഹൂദന്മാരുണ്ടായിരുന്നു. അവരോടൊപ്പം ഈ പറയുന്നതായിട്ടുള്ള യിരെമ്യാവും പാർക്കുവാനായിട്ടാണ് തീരുമാനിച്ചത്. യിരെമ്യാവ് ബാബേലിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 40-ന്റെ 7 വരുമ്പോൾ കണ്ടല്ലോ, ബാബേൽ രാജാവ് അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതി ആക്കി എന്ന് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ഈ ഗദല്യാവിനെ പിന്നീട് നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 41-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഥന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അപ്പോൾ നെബൂഖദ്നേസർ ദേശത്തിന്റെ അധിപതിയാക്കി വെച്ചിരുന്നായിട്ടുള്ള ഗദല്യാവെ ഈ ഇസ്മായേൽ എന്ന് പറയുന്ന വ്യക്തി കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. കൊന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ ഗദല്യാവിന്റെ കീഴിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള യഹൂദന്മാരെ ഈ യഹൂദ ദേശത്തു നിന്നും അമ്മോന്യരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. 41-ാമത്തെ അധ്യായം 10-ാമത്തെയും 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാം. നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. എന്നാൽ ഈ യാത്ര കാരേഹിന്റെ മകനായ യോഹാനാൻ എന്ന് പറയുന്ന വ്യക്തി തടയുവാനായിട്ട് ഇടയായി തീർന്നു. 41-ന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഗിബെയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണന്മാരെയും തന്നെ. ഇസ്മായേലിനെ തോൽപ്പിച്ച് ഇസ്മായേല് മിസ്രൈമിലേക്ക് അമൂര്യരുടെ അടുത്തേക്ക് ഓടിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ പക്കൽ നിന്നും യോഹാനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ മോചിപ്പിച്ചുകൊണ്ട് തിരികെ വരുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ പിന്നീട് ഈ യോഹാനാൻ ചെയ്ത കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ 41-ന്റെ 17 പറയുന്നുണ്ട്, അവർ മിസ്പായിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദയരെ പേടിച്ചിട്ട് മിസ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ടു. ബേത്ലഹേമിന് സമീപത്തുള്ള ഗെരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെബൂസർ അദാൻ എന്ന് പറയുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ അധിപതി സേനാനായകൻ യിരെമ്യാവിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ദേശത്ത് വസിക്കാം. യിരെമ്യാവ് ചൂസ് ചെയ്തത് യഹൂദാദേശത്ത് തന്നെ വസിക്കുവാൻ. എന്നാൽ യഹൂദാദേശത്ത് നെബൂഖദ്നേസർ ആക്കി വെച്ചിരുന്ന ഗദല്യാവിനെ അവിടെ ഉണ്ടായിരുന്ന ഇസ്മായേൽ എന്ന് പറയുന്ന വ്യക്തി കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് ഈ ഇസ്മായേൽ എന്ത് ചെയ്തു?
യഹൂദാദേശത്ത് ഉണ്ടായിരുന്നായിട്ടുള്ള ജനത്തെയും കൊണ്ട് അമ്മോര്യരുടെ അടുത്ത് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മോര്യരുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് യോഹാനാൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിത്വം ഇസ്മായിലുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇസ്മായേല് യോഹാനാനെ പേടിച്ച് അമ്മോര്യരിലേക്ക് ഓടിപ്പോകുന്നു. എന്നാൽ പിന്നീട് ഈ യോഹാനാൻ എന്ത് ചെയ്യുകയാണ്? ഈ ജനത്തെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് തുനിഞ്ഞപ്പോൾ യിരെമ്യാവ് അവൻ വാണിംഗ് കൊടുത്തു. മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് പാടില്ല എന്നുള്ളതായ വാണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. 43 അധ്യായം 6 വാക്യത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് മിസ്രൈമിലേക്ക് അവൻ പോവുകയാണ്. 43:6 നോക്കുമ്പോൾ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ, ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും, യിരെമ്യാ പ്രവാചകനെയും നേര്യാവിന്റെ മകനായ ബാരൂക്കിനെയും കാരേഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിസ്രൈം ദേശത്ത് ചെന്ന് തഹ്പനേസ് വരെ എത്തി. ഇപ്പോൾ യിരെമ്യാവ് എവിടെയാ ദൈവമക്കളെ? യഹൂദ വിട്ടു മിസ്രൈമിലേക്ക് ചെന്നു. പാരമ്പര്യങ്ങൾ പറയുന്നത് യിരെമ്യാ പ്രവാചകൻ മിസ്രൈമിൽ വെച്ച് മരിച്ചു എന്നുള്ളതാണ് ചില പാരമ്പര്യങ്ങൾ പറയുന്നത്. എന്നാൽ ചില സഭാപിതാക്കന്മാരും ചില പാരമ്പര്യങ്ങളും പറയുന്നത് മിസ്രൈമിൽ നിന്ന് യിരെമ്യാവ് വീണ്ടും ബാബേലിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നുവെന്നും ബാബേലിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവസാനം മരിക്കുന്നത് എന്നും ചില ചിന്തകർ പറയുന്നുണ്ട്. പക്ഷെ ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മിസ്രൈം വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യഹൂദ ദേശത്ത് നിന്ന് യിരെമ്യാവിനും മിസ്രൈമിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തില് ദീർഘനാൾ അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്നുള്ളതിനകത്ത് ഒരു തെളിവും ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം എത്ര പേര് നോഹ പ്രസംഗിച്ചതുപോലെ, നോഹ 100 വർഷത്തിൽ പരം അദ്ദേഹവും പ്രസംഗിച്ചു, പക്ഷെങ്കിൽ ആരും മാനസാന്തരപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ വള്ളിപുള്ളി മാറാതെ ദൈവജനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷ കൃത്യമായിട്ട് നിർവഹിച്ചതായിട്ടുള്ള വ്യക്തിയാണ്. യഹൂദായോട് നാളുകളായിട്ട് മാനസാന്തരപ്പെടുവാനായിട്ടുള്ളതായ സന്ദേശം നൽകി. പക്ഷേ എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തക വിഭജനം ഒന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോവുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ആ ഡിവിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. 1-ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യിരെമ്യാവിന്റെ വിളിയും യിരെമ്യാവിന്റെ നിയോഗവുമാണ്. 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നതിനെ കുറിച്ച് അവിടെ കാണാനായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൽ യിരെമ്യാവിനെ ദൈവം വിളിച്ചേക്കുന്നതും യിരെമ്യാവ് ദൈവത്തോട് തിരിച്ച് മറുപടി കൊടുക്കുന്നതും ദൈവം യിരെമ്യാവിനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി തന്റെ ശുശ്രൂഷ എന്താകുന്നു എന്നും നിനക്ക് വഹിപ്പാനായിട്ടുള്ളതായ മിഷൻ എന്താകുന്നു എന്നുള്ളതും അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 2-ാമത്തെ അധ്യായം മുതൽ, അപ്പം യിരെമ്യാ പ്രവാചകന് എത്ര അധ്യായമുണ്ട്? 52 അധ്യായമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി 2-ാമത്തെ അധ്യായം മുതൽ 38-ാമത്തെ അധ്യായം വരെ യഹൂദ ജനത്തിന്മേൽ വരുവാനായിട്ടുള്ളതായ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായെന്നാൽ നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ 2-ാമത്തെ സെക്ഷനായിട്ട് 2 മുതൽ 38 വരെയോ അല്ലെങ്കിൽ 2 മുതൽ 39 വരെയോ ഉള്ളതായ അധ്യായങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. 2 മുതൽ 38 വരെയുള്ളതായ അധ്യായങ്ങള് അതിനകത്ത് പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്, ഇനി നിങ്ങൾ ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ലൈൻ വെച്ച് വായിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. യെരൂശലേമിന്റെ അല്ലെങ്കിൽ യഹൂദായുടെ വീഴ്ചയിലേക്ക് നയിച്ചതായിട്ടുള്ള കാരണങ്ങൾ എണ്ണി പറയുകയാണ് 2 മുതൽ 38 വരെയുള്ള അധ്യായങ്ങൾ.
ഒന്നാമത്തെ അധ്യായത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, യിരെമ്യാവിന്റെ വിളിയും അവന്റെ നിയോഗവും ഒക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ അധ്യായം മുതൽ 38-ാമത്തെ അധ്യായം വരെ യഹൂദ വീണു പോകുവാൻ, യെരൂശലേം നിവാസികൾ വീണു പോകുവാൻ, അവരുടെ വീഴ്ചയ്ക്ക് കാരണമായതായിട്ടുള്ള കാര്യങ്ങളാണ് 2 മുതൽ 38 വരെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില കാര്യങ്ങൾ വേഗം ഓടിച്ച് ഞാൻ ഇതിനകത്ത് പറയാം. 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരൂശലേമിന്റെ വീഴ്ചയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെരൂശലേമിന്റെ വീഴ്ചയെ കുറിച്ച് ഈ 2 മുതൽ 38 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദായോട് പറയുന്നതായിട്ടുള്ള സന്ദേശം മനം തിരിയുക എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ആ വാക്യം കിടപ്പുണ്ട്. 4:1 ഇസ്രായേലെ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു കൊള്ളുക, യഹോവയുടെ അരുളപ്പാട്. സോ റിട്ടേൺ ടു ദ ലോർഡ്. അതാണ് 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റിട്ടേൺ ടു ദ ലോർഡ്, മനം തിരിയണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. എവിടെയെല്ലാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, ഏതെല്ലാം ഭാഗങ്ങളിൽ അവരെ മടങ്ങി വരണം എന്നുള്ളത് തുടർന്നുള്ളതായ വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് കാണാനായിട്ട് കഴിയും. 4-ാമത്തെ അധ്യായത്തിന്റെ തന്നെ ആ 1-ാമത്തെ വാക്യത്തിൽ, നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണം. അതായത് സത്യദൈവത്തെ വിട്ട് വിഗ്രഹ ആരാധനയുടെ പുറകിലേക്ക് പോയതായ യെരൂശലേം നിവാസികളോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയ കാഠിന്യത്തെ കുറിച്ചാണ് 3-ാമത്തെ വാക്യം പറഞ്ഞത്. തരിശു നിലം ഉഴുതു മറിക്കണം നിങ്ങളുടെ ഹൃദയ കാഠിന്യം. കാരണം ദൈവവചനം എത്ര വിളമ്പിയിട്ടും വിതറിയിട്ടും സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല, രൂപാന്തരമില്ല. ഹൃദയ കാഠിന്യത്തിലൂടെ അവർ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ദുഷ്പ്രവൃത്തി, അതിൽ നിന്ന് നിങ്ങൾ മനം തിരിയണം. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മുഖാന്തരം എന്റെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ 4:18 വരുന്നായിട്ടുള്ള സമയത്ത്, നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുമായിട്ട് അത്രേ ഇവ നിനക്ക് വന്നത്. ഇത്രയ്ക്ക് കയ്പായിട്ട് ഉണ്ടാകുവാൻ അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിനെ തട്ടുവാൻ കാരണം നിന്റെ ദുഷ്ടതയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നീ മനം തിരിയേണ്ടത് എവിടെയാണ്? നിന്റെ നടപ്പും നിന്റെ പ്രവൃത്തിയും നന്നാക്കണം. നിന്റെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് നീ മടങ്ങി വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് തുടർന്നുള്ളതായ ആ അധ്യായങ്ങളിലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഒന്നാമത് അവർക്ക് കൊടുക്കുന്ന സന്ദേശം ഞാൻ ഓർപ്പിച്ചു. 2 മുതൽ 38 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ, യഹൂദായുടെ പതനത്തിനുള്ളതായ കാരണങ്ങളാണ്, റീസൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞു നീ മനം തിരിയണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. രണ്ടാമതായിട്ട് 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ യഹോവയുടെ ആലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അരുളപ്പാട് കൊടുക്കുന്നതാണ്. 7-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ യഹോവയ്ക്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടെ കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരും, അതായത് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നതായ ജനത്തോട് ദൈവത്തിന്റെ ആലയത്തിന്റെ മുൻപിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് യിരെമ്യാവ് കൊടുക്കുന്നതായിട്ടുള്ള സന്ദേശമാണ്. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യാജ വർത്തമാനങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കുവാനായിട്ട് പാടില്ല. നിങ്ങൾ അവിടെയും മനം തിരിയണം എന്നുള്ളതാണ്. കാരണം മനംതിരിവില്ലാതെ, മാനസാന്തരമില്ലാതെ ദൈവത്തെ ആരാധിച്ചിട്ടോ ദൈവാരാധനയിലേക്ക് കടന്നു വന്നിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതായ ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. പിന്നീട് 7-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്താണ്? വിഗ്രഹാരാധന അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക്, ആകാശരാജ്ഞിക്ക് അപ്പം ചുടുന്നതായിട്ടുള്ള, അതിന് ആകാശരാജ്ഞിക്ക് അപ്പം ചുടുവാൻ വേണ്ടിയിട്ട് അപ്പനും അമ്മയും മക്കളും എല്ലാം വിറക് ശേഖരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭയങ്കര യൂണിറ്റിയാണ് അവിടെ കാണുവാൻ കഴിയും. ആ യൂണിറ്റിയും ആ ഏകാഗ്രതയും ദൈവത്തെ ആരാധിക്കുന്നതിലോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതിലോ അവർക്കില്ല. ആകാശരാജ്ഞി, ക്യൂൻ ഓഫ് ഹെവൻ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വീരനായ നിമ്രോദിന്റെ ഭാര്യയായിട്ടുള്ളതായ സെമീറാമിസ്, നിമ്രോദിന്റെ മരണത്തിന് ശേഷം സെമീറാമിസ് അവിഹിതത്തിൽ ഒരു മകനെ ജനിക്കുന്നു. അത് അത്ഭുത ശിശുവായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് ഈ സെമീറാമിസിനെയും മകനെയും ബാബേൽക്കാര് ആരാധിക്കുവാനായിട്ട് തുടങ്ങുന്നു. അമ്മയും കുഞ്ഞും ആരാധന രംഗപ്രവേശനം ചെയ്തതിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു. അതാണ് ഈ ആകാശരാജ്ഞി എന്ന് പറയുന്നത്. ഈ സെമീറാമിസ് എന്ന് പറയുന്നതായിട്ടുള്ളതായ അസ്തരേത്ത്,
പല രാജ്യങ്ങളിൽ അവരെ ഉപയോഗിക്കുന്നത്, അവരെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണുള്ള പേരുകളിലാണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അസ്ത്രയത്ത് എന്ന് പറയുന്നതായിട്ടുള്ള ആ ബിംബത്തിന്, ആ പ്രതിഷ്ഠയ്ക്ക് അവർ ആരാധിക്കുന്നതായിട്ടുള്ള അനുഭവം, അവിടെയാണ് ആകാശരാജ്ഞി എന്നുള്ളതായ ആകാശരാജ്ഞിക്ക് അവര് ആരാധന അർപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ ജനത്തോട് സ്പെസിഫിക് ആയിട്ട് അവരുടെ കാര്യങ്ങൾ, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം, അവിടെ സ്വന്തം ജനത്തെ പോയിന്റ് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നതായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് കഴിയും. 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ഗ്രഹത്തോടുള്ള ബന്ധത്തിൽ അവരെവിടെയൊക്കെയാണ് മാനസാന്തരപ്പെടേണ്ടത്, അവരുടെ കുഴപ്പങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് യഹൂദായോടും യെരുശലേമിനോടുമുള്ളതായ ബന്ധത്തിൽ വീണ്ടും അവിടെ അവരുടെ ദുഷ്ടതകൾ, അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നു. 17-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ 22-ാമത്തെ അധ്യായത്തിൽ രാജാവിന്റെ അരമനയിൽ ചെന്നിട്ട് രാജാവിനോട് സംസാരിക്കുന്നത് കാണുന്നു. പിന്നെ 25-ാമത്തിൽ സകല യഹൂദന്മാരെയും യഹൂദ ജനത്തോടുമുള്ള ബന്ധത്തിൽ പറയുന്നു. 27-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള രാജാക്കന്മാരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് 27-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ 34-ാമത്തെ അധ്യായം, 35-ാമത്തെ അധ്യായം, 36, 37 ഈ അധ്യായങ്ങളെല്ലാം ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള രാജാക്കന്മാരോട് യിരെമ്യാവ് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചത് 2 മുതൽ 38 വരെയുള്ളതായ അധ്യായങ്ങളിൽ കൂടെ യിരെമ്യാവ് യഹൂദയുടെ വീഴ്ചയിലേക്ക് നയിച്ചതായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നു. 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ പതനം, ഫോൾ ഓഫ് ജെറുസലേം ആൻഡ് ജൂദ, യെരുശലേമിന്റെയും യഹൂദായുടെയും വീഴ്ചയാണ്. അതായത് നെബൂഖദ്നേസർ വരുന്നു, നെബൂഖദ്നേസർ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള രംഗമാണ് 39-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനിയും താഴേക്ക് പോകുന്നുണ്ടെ 40 മുതൽ 44 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യെരുശലേമിൽ യഹൂദായിൽ അവശേഷിച്ചതായിട്ടുള്ള ഒരു ചെറിയ ശേഷിപ്പ്, ആ ശേഷിപ്പിനോടുള്ള ബന്ധത്തിൽ, അതായത് ഗദല്യാവിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു. ഗദല്യാവിനെ അധിപതിയാക്കി ഗദല്യാവിന്റെ അണ്ടറിൽ ഒരു ജനമുണ്ട്. അപ്പോൾ ആ ഗദല്യാവിനെ കൊന്നിട്ട് ഇസ്മായേല് അമോര്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ യോഹാനാൻ അവരെ പിടിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ സമയത്തെല്ലാം കൃത്യമായിട്ടുള്ള അരുളപ്പാടുകള് യിരെമ്യാവിൽ കൂടെ ദൈവം കൊടുക്കുന്നു. അതാണ് 40 മുതൽ 44 വരെയുള്ള അധ്യായങ്ങളില് അവശേഷിക്കുന്നതായിട്ടുള്ളതായ യഹൂദായിൽ അവശേഷിക്കുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീടുള്ളത് 45 മുതൽ 50 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജാതീയ രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിലുള്ളതായ പ്രവചനങ്ങളാണ്. പ്രൊഫസി ടു ദ ജെന്റൈൽ നേഷൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഏകദേശം 9 രാജ്യങ്ങൾക്കെതിരായിട്ട് യിരെമ്യാവ് പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 46-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 46-ാമത്തെ അധ്യായത്തില് ഈജിപ്തിന്, മിസ്രൈമിന് എതിരായിട്ടുള്ളതായ പ്രവചനമുണ്ട്. അതുപോലെ തന്നെ 47-ാമത്തെ അധ്യായത്തില് ഫെലിസ്തീർക്കെതിരായിട്ടുള്ളതായ പ്രവചനം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് 48-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോവാബ് രാജ്യത്തിന് എതിരായിട്ടുള്ളതായ പ്രവചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ളത് 49-ാമത്തെ അധ്യായം അമോര്യർക്കെതിരായിട്ട്, അല്ലെങ്കിൽ ജോർദാൻ, അമോര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാനെതിരായിട്ടുള്ളതായ പ്രവചനമുണ്ട്. 49-ാമത്തെ അധ്യായത്തിൽ ഏദോമിന് എതിരായിട്ട് പ്രവചിച്ചിരിക്കുന്നു. 49-ന്റെ 23, 28, 34 ഈ 3 വാക്യങ്ങൾ, ആ പാരഗ്രാഫുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദമാസ്കസ്, ദമ്മശേക്കിനെതിരായിട്ടുള്ളത്, കേദാറിനെതിരായിട്ടുള്ളത്, ഏലാമിന് എതിരായിട്ടുള്ളത് ഉള്ളതായ പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബേൽ എതിരായിട്ടുള്ളതായ, ബാബിലോണിന് എതിരായിട്ടുള്ളതായ പ്രവചനം. അപ്പോൾ 45 മുതൽ 50 വരെയുള്ളതായ അധ്യായങ്ങൾ, 50 അല്ലെങ്കിൽ 51 വരെയുള്ളതായ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ജാതീയ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടുള്ളതായ പ്രവചനങ്ങളാണ്. ഈ ജാതീയ രാഷ്ട്രങ്ങൾ, 9 ജാതീയ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടുള്ളതായ പ്രവചനങ്ങൾ യിരെമ്യാവ് അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് 51 എന്ന് പറയുന്നത് ഈ പറഞ്ഞതായിട്ടുള്ള ബാബിലോണിനെതിരായിട്ടുള്ളതായ ന്യായവിധിയെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 52-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ഒരു അനുബന്ധമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് യഹൂദായുടെ
കഴിഞ്ഞ കാലത്തിലേക്ക് ഒരു ഒരു തിരിഞ്ഞു നോട്ടം അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് യഹൂദായുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു സമ്മപ്പ് കൊടുത്തിരിക്കുന്നതാണ് അവിടെ നമുക്ക് 52-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിന്റെ വിഭജനം. ഈ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ലൈൻ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പെട്ടെന്ന് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേഗം 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയം അവസാനിക്കാറായല്ലോ. ഇനിയും ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത് 1-2 കാര്യങ്ങൾ വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ പ്രവാചകന്മാരുടെയും പുസ്തകത്തില് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. നമ്മൾ കഴിഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടം കാര്യങ്ങൾ കണ്ടു. യേശു ക്രിസ്തുവിന്റെ ജനനം മുതല് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെയുള്ളതായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തും ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 2:13, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവ. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ജീവജലത്തിന്റെ ഉറവ എന്നുള്ളതായ നിലയിലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സമയം അവസാനിക്കുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാമതായിട്ട് യേശു ക്രിസ്തുവിനെ ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ജീവജലത്തിന്റെ ഉറവയായിട്ട് കാണിച്ചിരിക്കുന്നു. 2-ാമത്തെ ഇതിനകത്ത് വരുമ്പോൾ 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ, അവിടെ വൈദ്യൻ ഇല്ലയോ, എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വൈദ്യനെ കുറിച്ച്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്ന എന്താണ്? മഹാവൈദ്യനായിട്ടുള്ളതായ കർത്താവായ യേശു ക്രിസ്തു. അതായത് കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് തന്റെ അരികിൽ കടന്നു വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവനൊരു സൗഖ്യദായകനായിരുന്നു. അവന്റെ അരികിൽ കടന്നു വന്നിട്ടുള്ളവരാരും സൗഖ്യം പ്രാപിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ 2-ാമത് ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിനെ യിരെമ്യാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു. 2-ാമത് മഹാവൈദ്യനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 11-ന്റെ 10-ലേക്ക് കടന്നു വരുമ്പോൾ 19-ാമത്തെ വാക്യം. 11-ന്റെ 19-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു. അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടെന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. 23-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 23-ന്റെ 4-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും, അവ ഇനി പേടിക്കുകയില്ല, ഭ്രമിക്കുകയില്ല, കാണാതെ പോകുകയില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം നല്ല ഇടയനായ യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ വീണ്ടും പരിചയപ്പെടുത്തുന്നു. നല്ല ഇടയൻ എന്നുള്ളതായ ഇടയനായ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 23-ന്റെ 5-ൽ ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുള്ള മുള, റൈച്ചസ് ബ്രാഞ്ച് എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ യിരെമ്യാവ് ചൂണ്ടിക്കാണിക്കുന്നു. 23-ന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് അടുത്തത് കാണാൻ നമുക്ക് കഴിയും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ദ ലോർഡ് ഈസ് അവർ റൈച്ചസ്നെസ് എന്നുള്ളതായ പേരാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത്. 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 50-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കൽദയരുടെയും ബാബേൽ നിവാസികളുടെ മേലും അതിന്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കൽദയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിന്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായിട്ട് പോകുന്നു. വീണ്ടെടുപ്പുകാരൻ, ദ റിഡീമർ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ യിരെമ്യാവിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ യിരെമ്യാവിൽ യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തു എന്നുള്ള നിലയിൽ, മഹാവൈദ്യനായ ക്രിസ്തു എന്നുള്ള നിലയിൽ, അറുക്കുവാനുള്ള കുഞ്ഞാട് എന്നുള്ളതായ നിലയിൽ, ഇടയനായ ക്രിസ്തു എന്നുള്ള നിലയിൽ, ദാവീദിന്റെ നീതിയുള്ള മുള എന്നുള്ള നിലയിൽ, യഹോവ നമ്മുടെ നീതി എന്ന അർത്ഥം വരുന്ന നിലയിൽ, വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതായ നിലയിൽ കർത്താവ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യിരെമ്യാ പ്രവാചകൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ. അല്പം കാര്യങ്ങൾ കൂടെയൊക്കെ പറയുവാനായിട്ടുണ്ട്. പിന്നീട് സമയം കിട്ടുന്ന വിലാപങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച്, യിരെമ്യാവ് ആരായിരുന്നു, യിരെമ്യാവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ യിരെമ്യാവ് അനുഭവിച്ചതായിട്ടുള്ള കഷ്ടങ്ങളിൽ അവന് തന്റെ അടുത്തോടുകൂടെ നിൽക്കുവാനായിട്ടുള്ള ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. നാം ദൈവത്തിന് പുറകാലെ, ദൈവം നമ്മളെ വിളിച്ചിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയാലും വിശ്വാസ ജീവിതത്തിലായാലും നിലനിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി പൊരുതുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായിട്ടുള്ള മഹാവീരനായിട്ടുള്ള ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ ചഞ്ചലപ്പെടുവാനായിട്ടല്ല, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ഏത് പ്രതികൂലത്തിന് മുമ്പിലും പതറിപ്പോകാതെ നിൽക്കുവാനായിട്ടുള്ള ദൈവകൃപ പ്രാപിക്കേണ്ടിയവരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഈ പുസ്തകത്തിന്റെ വിഭജനങ്ങൾ എപ്രകാരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൽ കൂടെ ക്രിസ്തുവിനെ എങ്ങനെ പരാമർശിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഒരു ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് ഇനി തുടർന്ന് നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുക, വാക്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എന്ത് സന്ദേശം നമുക്ക് അവിടെ തരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് വചനത്തിൽ പ്രത്യാശ വയ്ക്കുക, വചനത്തിൽ ആഴത്തിൽ ചിന്തിക്കുക, വചനത്തെ ജീവിതമാക്കി മാറ്റുക, അതിന് പ്രകാരം ജീവിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.